എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെറ്റിൻ്റെ റിപ്പയറിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റിപ്പയറിംഗ് വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ രണ്ടു നേരമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിപ്പയറിംഗ് വീഡിയോ വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റൺ എന്ന് പറയുന്ന കമ്പനിയുടെ സാഗർ MS071 എന്ന് പറയുന്ന മോഡൽ കാസറ്റ് ഡെക്കാണ്. പക്ഷേ നല്ല ലുക്കൊക്കെ ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല, അതായത് കാസറ്റ് ഓടുന്നില്ല എന്നൊരു പ്രശ്നം. ആക്ച്വലി ഇതിൻ്റെ VU മീറ്ററിന് എന്തോ ഇഷ്യൂ എന്ന് പറഞ്ഞാണ് നമ്മുടെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം കാസറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ലീവ് സ്വിച്ച് പോയതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിതിൻ്റെ ലീവ് സ്വിച്ച് ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നില്ല ലീവ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെക്കാനിസത്തിൽ വരുന്നൊരു സ്വിച്ചാണ്. ആക്ച്വലി അതായത് നമ്മുടെ പ്ലേ റിവേഴ്സ് സ്റ്റോപ്പൊക്കെ ചെയ്യുന്ന ഒരു ബട്ടണാണ്. ബട്ടണല്ല, ആക്ച്വലി ഒരു സ്വിച്ചാണിത്. നമ്മൾ പ്ലേ ഞെക്കുന്ന സമയത്ത് ഇവിടുന്നൊരു ഇത് വന്ന് തട്ടി ഈ ഒരു സ്വിച്ച് ടച്ചായിട്ടാണ് ഈ പറയുന്ന മോട്ടർ കറങ്ങാനുള്ള സപ്ലൈ ഇതിലേക്ക് പോകുന്നത്. അതിൻ്റെ സ്പീഡൊക്കെ നിശ്ചയിക്കുന്ന ഈ ഫ്ലൈ വീലും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. കറക്റ്റ് സപ്ലൈ കൊടുക്കുന്നത് ഈ പറയുന്ന സ്വിച്ചാണ്. ഇപ്പോൾ ഇത് ഒടിഞ്ഞു പറഞ്ഞ് പോയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും നമുക്കിത് ഇവിടുന്ന് ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഭാഗമായിട്ട് ഊരി വരും. ഇത് കറക്റ്റ് ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ മാത്രമാണ്. അത് 12 വോൾട്ട് നെഗറ്റീവ് ഇവിടെ കറക്റ്റ് മോട്ടറിൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഈ ഒരു സ്വിച്ച് വഴിയാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ആ ഒരു LED ബൾബിൻ്റെ ഇവിടെ പവർ സപ്ലൈയുടെ LED ബൾബിൻ്റെ ആണ് 1K റെസിസ്റ്റർ ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. 12 വോൾട്ട് സപ്ലൈ ഇവിടെ വരുന്നു, ടച്ചായിട്ടാണ്. ഓക്കെ, എന്തായാലും ജസ്റ്റ് വേറൊരു ലീവ് സ്വിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മെക്കാനിസത്തിൻ്റെ സ്പെയർ പാർട്സൊക്കെ ഇട്ട് വെക്കുന്നൊരു ടിന്നാണ്. ഓക്കെ, ഇത് ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് നോബ്സാണ്. നോബ് മെക്കാനിസത്തിൻ്റെ ലെഗ് നോബാണ്. ബെൽറ്റ് ഇത് ബെൽറ്റാണ്. സെറ്റോടെ വാങ്ങിയിട്ടുള്ള ബെൽറ്റാണ്. അത് നമ്മുടെ എൽടെക് ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്, കോഴിക്കോട്. ഓക്കെ, പാനസോണിക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിൽ എഴുതിയൊക്കെയാണ്. കുറേ അധികം ബെൽറ്റുണ്ട്, പല സൈസിലുള്ള ബെൽറ്റുകളുണ്ട്. അതിലത്തെ ഒരു പാക്കറ്റ് കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ പൊട്ടിക്കാത്തത്. ഓക്കെ, നോബുകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, മോട്ടറുണ്ട്. നമ്മുടെ ലീവ് സ്വിച്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലീവ് സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇതാണ് ലീവ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഭാഗം ആണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോൾ പ്ലേ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഇത് മുകളിലേക്ക് വന്ന് ഇതിൽ ടച്ചായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ മുകളിലേക്ക് വന്ന് ഈ രണ്ട് കോപ്പർ ലെഡിനെയും തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോഴാണ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് ഇതിൻ്റെ കണക്ഷൻ ഇതിലേക്ക് കൊടുക്കാം. ഒന്നുമില്ല, കറക്റ്റ് പറയുന്ന രണ്ട് ലീഡിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. സ്വിച്ചിൻ്റെ കണക്ഷൻ പോലെ തന്നെയാണ്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. എന്തായാലും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ലീവ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ക്ലാവ് പിടിക്കാൻ ചാൻസ് ഉണ്ട്, കോപ്പർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാലും വർക്ക് ആവണമെന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചെറിയ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ചെറിയ ഇതേപോലത്തെ അരം വെച്ചിട്ട് നൈസായിട്ടൊന്ന് ചുരണ്ടി കൊടുക്കുക. എങ്കിൽ മാത്രമേ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവുള്ളൂ, ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ കണ്ടക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് മോട്ടർ കറങ്ങുള്ളൂ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടും ചിലപ്പം വർക്കാവാൻ ചാൻസ് തുടങ്ങുകയും, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്വിച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് വെച്ചേക്കുക. അപ്പം സംഭവം നൈസായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ നമുക്ക് ഈ ഒരു ലീവ് സ്വിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് ഒരു സ്ക്രൂ ഇടുന്ന ഹോളും അതേപോലെ തന്നെ ഒരു ഹോളും കൂടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, ഈ ഒരു തള്ളി നിൽക്കുന്ന ഭാഗം ആ ഒരു ഹോളിലേക്ക് പോകും. ഇപ്പുറത്ത് സ്ക്രൂവും ഇട്ട് വെക്കുന്ന രീതിയിലാണ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തട്ടുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ സ്ക്രൂ ലൂസാവുന്ന സമയത്ത് കാലകാലങ്ങളായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ലൂസാവുന്ന സമയത്ത് ഇങ്ങനെ മൂവ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സപ്പോർട്ട് ഇവിടെ വരുന്നത്. ആ ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഹോളിലേക്ക് കയറുന്നില്ല. കാരണം മെഷർമെൻറ്റ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലീവ് സ്വിച്ച് അല്ല, എലിൻ ടൈപ്പിൻ്റെ ലീവ് സ്വിച്ച് അല്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മുടെ കയ്യിൽ വേറൊരു ലീവ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കി കറക്റ്റാണ്, ഇതിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. സ്ക്രൂ ഇടാനുള്ള ഹോളിലും വീഴുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നൈസായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ കാണാൻ കഴിയും. അത് രാഗിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക കണ്ടക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എല്ലാം അഴിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം കാസറ്റ് ഡെക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ
ലീവ് സ്വിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് വി യു മീറ്റർ സെക്ഷനിലേക്ക് വരികയാണുള്ളത്. ഇത് സംഭവം വർക്കിംഗ് അല്ല, നോർമൽ ഒരു വി യു മീറ്റർ അല്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സപ്ലൈയിലും ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്, പ്രവീൺ ചേട്ടൻ പറഞ്ഞത്, ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു വി യു മീറ്റർ ഉണ്ട്, ഇത് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പീസ് വെച്ച് അടച്ചിട്ട് മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് നമ്മളിനി ആക്ച്വലി ചെക്ക് ചെയ്ത് നോക്കണം, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയ നൈസ് സാധനമായിരുന്നു സംഭവം, കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യാണ്. ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, കണക്ഷനൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓക്സ് സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്, ടേപ്പ് അല്ലെങ്കിൽ ഓക്സ് എന്നുള്ളത്. അവിടെ നമുക്ക് ഈ സെൻറ്ററിൽ വരുന്ന 2 സെക്ഷനാണ് നമുക്ക് ഓഡിയോ ഇൻപുട്ട്. അവിടേക്ക് നമ്മുടെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാം. ഈ ഒരു വി മീറ്ററിന് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാം. 12 വോൾട്ട് നമുക്ക് മോട്ടറിൽ വരുന്ന 12 വോൾട്ട് നമുക്ക് ഇവിടുന്ന് എടുത്താൽ മതി. എന്തായാലും നമുക്കതൊന്ന് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ കണക്ഷൻ, ഈ ഒരു കണക്ടറിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഈ പറഞ്ഞ 12 വോൾട്ട് ഇവിടുന്നും ഓഡിയോ ഇൻപുട്ട് ഇവിടുന്ന് കൊടുക്കാം. കണക്ഷൻ റെഡിയാവും. പിന്നെ ബാക്കി ഈ ഒരു ഭാഗത്ത് ഷീറ്റ്, അതായത് ഫോം ബോർഡ് കട്ട് ചെയ്തിട്ട് മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ കണക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഈ മീറ്ററിലേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്ററിലേക്ക്. ഇത് നമുക്കറിയാം 400 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്ററാണ്. മോഡൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്. നമ്മളിത് നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് അവിടെ തട്ടുന്നതുകൊണ്ടാണ് അവിടെ അത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. വളരെ പതുക്കെയാണ് ഞാൻ ഇത്ര ഇളക്കി വെച്ചത്. നമുക്ക് പതുക്കെ ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യമേ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇതിലിവിടെ വരണം എന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് സ്ക്രൂ ചെയ്തൊന്ന് പിടിപ്പിക്കുക. പിടിപ്പിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് തിരിച്ച് വെക്കാം. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം നമുക്ക് എന്തായാലും. എന്നിട്ട് വയർ എടുക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് എടുക്കണം. എന്തായാലും നമുക്കത് സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ നമ്മളൊരു ഹോളിട്ട് വയർ നമ്മൾ അതുവഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം. എന്നിട്ട് ഇവിടെയൊക്കെ എന്താ ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് വെക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫെവിഗം ഉപയോഗിച്ചിട്ടാണ്. അത് നമുക്ക് ഇളക്കണമെങ്കിൽ വലിച്ച് ഇളക്കി അത് ഇളകി വരുന്ന രീതിയിലായിരിക്കും വെക്കുക. അതുകൊണ്ട് നമുക്ക് റിപ്പയറിങ് ആണെങ്കിൽ തന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതങ്ങ് കയറ്റിയിട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ബുഷിട്ട് ആണ് പൊക്കി വെച്ചത്. കാരണം അവിടെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. നമുക്കിതിനകത്തേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്യാം. ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ലൈറ്റായി കാണുന്നുണ്ട്. അത് എക്സ്ട്രാ ബാസിനുള്ള സ്വിച്ച്, അതുപോലെ ഹൈ ഫിൽറ്റർ ഓൺ ആക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ടേപ്പ് അല്ലെങ്കിൽ ഓക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള ലൈറ്റ്, ലൗഡ്നെസ്സിൻ്റെത് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. ആകെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു നോബ് ഒടിഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അഴിക്കുന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ആക്ച്വലി നല്ല കത്താത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഗെയിൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ലൈറ്റ് അധികം ഓടാത്തത്. ഹെഡൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഔട്ട്പുട്ട് ഒന്ന് കയറി വരും. ഹെഡൊന്ന് ട്യൂൺ ചെയ്താൽ മതി. ഈ ഒരു അടപ്പഴിച്ചിട്ട് ഹെഡൊന്ന് ട്യൂൺ ചെയ്യണം. എന്നാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടിലൊരു ഇൻഡിക്കേറ്റർ വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നേരത്തെ ഇതിലിരുന്ന സ്പെക്ട്രം അനലൈസർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. നമ്മളെന്തായാലും റീപ്ലേസ് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട്. സംഭവം വർക്കിംഗ് ആണ്. നമ്മളിതിലേക്ക് ഓക്സ് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇത് കത്തും. കാരണം ഓക്സ് എന്തായാലും ഇൻപുട്ട് അത്യാവശ്യം നല്ല ഗെയിനുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിൻ്റെ വർക്ക് ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മറ്റു വർക്കൊന്നും പെൻഡിങ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സെറ്റിൻ്റെ വർക്ക് എന്ന് പറയുന്നത്, റിപ്പയറിങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എനിക്കിനി ഈ വയറൊന്ന് ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് വെക്കണം. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.